ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഈ ആഴ്ചത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ആഴ്ച കൊണ്ടുവന്നേക്കുന്ന നല്ല ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ചെയ്ത 5 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വരുന്ന നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ ഈ ആഴ്ച കൊണ്ടുവന്നേക്കുന്ന. ഫാബ്രിക് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ്. ടോപ്പും ബോട്ടവും കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. കോൺട്രാസ്റ്റ് കളർ പാൻസും ഷോളുമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മുടെ കളർ ചാർട്ട് എന്ന് പറയുന്നത് ഈ ആഴ്ചത്തെ നല്ലൊരു ബ്രൈറ്റ് റാണി പിങ്ക് ഷെയ്ഡുണ്ട്, പിന്നെ ഒരു വൈൻ ഷെയ്ഡ്, പിന്നെ ഒരു നല്ലൊരു ചില്ലി റെഡ് കളറുണ്ട്, പിന്നെ നമുക്ക് നല്ലൊരു ഗ്രീൻ, ഒരു വൈബ്രൻ്റ് ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡാണ്, പിന്നെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോവാണേ. അപ്പം നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു ഗ്രീൻ, ഒരു വൈബ്രൻറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു മെറ്റീരിയലാണ്. നല്ല രസമാണ് അത് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. നല്ല ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ പാൻസിൻ്റെ കളർ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് കേട്ടോ. നമ്മൾ ടോപ്പിൽ കൊടുത്തേക്കുന്ന ടോപ്പ് 2.4 മീറ്റർ ഉണ്ട്. അതാണല്ലോ നല്ലൊരു വൈബ്രൻറ്റ് റെഡ് ഷെയ്ഡിൽ വന്നിട്ട് പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. ഡാമൻ പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്ലെയിൻ ആണ്. 2.4 മീറ്റർ ഉണ്ട് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ബോട്ടം അതേപോലെ തന്നെ പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. ബോട്ടവും ടോപ്പും ഷോളും പ്യുവർ കോട്ടൺ ആണ്. അതിൽ ഷോള് മാത്രമാണ് നമുക്ക് മൽക്കോട്ടണിൽ വരുന്നതാണല്ലോ. ബോട്ടം വന്നിട്ട് ഒരു സിമ്പിളായിട്ടൊരു ബാട്ടിക് വർക്കാണ് കൊടുത്തേക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത് നമ്മുടെ ബോട്ടം. ഷോള് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഷോൾ കൊണ്ടുവന്നേക്കുന്നതാണല്ലോ. നല്ല ഭംഗിയുള്ളൊരു വെർട്ടിക്കലായിട്ട് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഷോളിൻ്റെ അറ്റത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പാനൽ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് നടുക്ക് ബോട്ടത്തിനകത്തുണ്ടായിരുന്ന ബ്ലോക്ക് പ്രിൻ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടൊരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ പാൻസ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പാനൽ പോലെ ഇങ്ങനെ ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തിട്ട് സൈഡിലായിട്ട് 2 കളേഴ്സിൽ വരുന്ന ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി, ഗ്രീനും വൈറ്റിലും വരുന്ന ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് ഗ്രീൻ കളറിൽ വന്നിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന ബോട്ടമാണ്. ഇതിൻ്റെ ഷോള് നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ ഈ ഷോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിഫ് കോട്ടൺ അല്ല, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഷിഫോൺ ഷോള് പോലെ ഒതുങ്ങി കിടക്കുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. അതാ ഇങ്ങനെ അറ്റത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പാനൽ കൊടുത്തിട്ട് നടുക്ക് ബോട്ടത്തിനകത്തുണ്ടായിരുന്ന ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തിട്ട് ബോഡി ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വിത്ത് സ്ട്രൈപ്സ് ആണ്. ഷോളിൻ്റെ അറ്റത്തോട്ട് വരുവാണെങ്കിൽ ഇത്രയും കട്ടിയുള്ളൊരു ഗോൾഡൻ സ്ട്രൈപ്പ് കൊടുത്തിട്ട് നടുക്കോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ് റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. റാണി പിങ്കിനകത്ത് നമ്മൾ ക്രിസ് ക്രോസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ മെറ്റീരിയലിനകത്ത് നമ്മൾ ക്രിസ് ക്രോസ് ആയിട്ടാണ് കേട്ടോ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റോസിൽ ഇങ്ങനെ ഫ്ലവേഴ്സും ത്രെഡ് നോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ട് ടോപ്പിൻ്റെ കളറ്, സോ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടി കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം നമ്മൾ ഗ്രീൻ കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്രീൻ കളറിനകത്ത് ഒതൻറ്റിക് ബാട്ടിക് പ്രിൻറ്റ് ചെയ്ത ബോട്ടമാണ് കേട്ടോ. അതിൻ്റെ ഷോള് നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക് വരുന്ന ഷോളാണ്. അതിനകത്ത് സ്ട്രൈപ്സ് ഇങ്ങനെ വീവ് ചെയ്തേക്കുവാണ്. അതിനകത്ത് കണ്ടോ നല്ല പോലെ വീവ് ചെയ്തേക്കുവാണ്. പിന്നെ ബ്ലോക്ക് പ്രിൻ്റാണ്. അറ്റത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാനൽ വർക്ക് ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ മെറ്റീരിയൽസ് കാണിക്കുന്നതിൻ്റെ കൂടെ കൊടുത്തേക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടി നമുക്ക് എന്തായാലും ഫോട്ടോസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനൽ പോലെ ഓൾട്ടർനേറ്റ് റോസിൽ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിളും പിന്നെ ഒരു ഇതും ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് ട്രയാങ്കിൾ, നമുക്ക് നെക്സ്റ്റ് ഒരു ഫ്ലവർ ഡിസൈൻ പോലെ നല്ലൊരു റോയൽ ബ്ലൂ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടം ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടൊരു സാഫ്രൻ ടിൻറ്റ് വരുന്ന ഒരു ഓറഞ്ച് കളറിലാണ് കൊടുത്തിട്ടുള്ള നല്ല ബാട്ടിക് പ്രിൻ്റാണ്. ഇതേ സെയിം ബാട്ടിക് പ്രിൻറ്റ് വരുന്ന ഷോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന ഷോളാണ്.
ഇതുണ്ടോ, നല്ല സ്ട്രൈപ്സ് ആണ്. അറ്റത്തോട്ട് ഷോളിൻ്റെ അറ്റത്തോട്ട് വരികയാണെങ്കിൽ ഇത്രയും കട്ടിയുള്ളൊരു സ്ട്രൈപ്പും പിന്നെ നടുക്കോട്ടാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ടൊരു സ്ട്രൈപ്സുമാണ് കൊടുത്തിട്ടുള്ള. ഷോളിൻ്റെ അറ്റത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാനൽ വർക്ക് കൊടുത്തിട്ട് നടുക്ക് നമ്മൾ വേറെ ബോട്ടത്തിനകത്ത് കണ്ട പോലെ തന്നെയുള്ള ബാട്ടിക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഷോൾസിലെ പാനൽ വർക്ക്സ് എന്ന് പറയുന്നത് എല്ലാം ഷോളിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാനൽ വർക്കാണ്. ഒരു ഷോളിൽ നമ്മൾ സെയിം കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് നമുക്ക് നല്ലൊരു റെഡ്, ഒരു ചില്ലി റെഡ് ഷെയ്ഡിൽ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറും 2 ലീവ്സും ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മുടെ ഒരു പാനൽ പോലെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ എൻഡിലോട്ട് വരുമ്പോൾ, ഡാമനിലോട്ട് വരുമ്പോൾ ഇതിനകത്തൊരു ഇച്ചിരി വർക്ക് കൊടുത്തിട്ടുണ്ടേ. ഡാമനിലോട്ട് വരുമ്പോൾ ത്രെഡ് വർക്ക് എംബ്രോയിഡറി ഇച്ചിരി കട്ടിയായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് കളർ ബ്ലൂ കളറിലാണ് നമ്മുടെ ബോട്ടം വരുന്നത്. നല്ല ഡാർക്ക് ബ്ലൂ ആണ്. നമ്മുടെ സ്ക്രീനിൽ ഒരു ഇച്ചിരി ലൈറ്റായിട്ട് തോന്നുമെങ്കിലും നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ബ്ലൂവിനകത്ത് ഇതേപോലെ ഒരു സർക്കുലർ ബാട്ടിക് പ്രിൻ്റ് വരുന്നതാണ് ബോട്ടം. പിന്നെ നമ്മുടെ ഷോളെന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നൊരു ഷോളാണ്. കണ്ടോ, ഇതിൻ്റെ അറ്റത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനൽ വർക്ക് കൊടുത്തിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് കൊടുത്തേക്കാണ്. കണ്ടോ, ഒരു പാനൽ വർക്ക് സെയിം അല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. യുണീക്ക് ആയിട്ടുള്ള പീസസ് ആണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ 750-ലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യണം. കണ്ടോ, ഇതിൻ്റെയും അറ്റത്താണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഇത് ഈ ഗോൾഡൻ വീവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഷോളാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഷിഫോൺ ഷോളൊക്കെ ഇടില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടും. പക്ഷേ കോട്ടൺ ആണ്, ബ്രീത്തബിൾ ആണ്, നല്ല ഫാബ്രിക്കാണ്. നടുക്കോട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി തിന്നായിട്ട് കിടക്കുന്ന വേർട്ടിക്കലി വരുന്ന ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ.